നമസ്കാരം. 2016 നവംബർ 8 അർദ്ധരാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നോട്ട് നിരോധിക്കുന്നത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് മോദി രാഷ്ട്രത്തോടെ നടത്തിയ ആ പ്രസംഗത്തിൽ രാഷ്ട്രത്തോട് പറഞ്ഞത് കള്ളപ്പണം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നോട്ട് നിരോധിക്കുന്നതെന്നാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം വൻതോതിൽ കള്ളപ്പണ വേട്ട തന്നെ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് 2017 അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ നിയമവിധേയമാക്കാനുള്ള ഒരു പുതിയ സ്കീം അവതരിപ്പിക്കുന്നത്. ആ സ്കീമിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഇലക്ട്രൽ ബോണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ നിയമവിധേയമല്ലാതെ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നുണ്ടെന്നും അങ്ങനെ സ്വീകരിക്കുന്ന പണം അഴിമതിയാണെന്നുമാണ് അരുൺ ജെയ്റ്റ്ലി അന്ന് സഭയിൽ പറഞ്ഞത്. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വെള്ളപ്പണം മാത്രം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന് ലഭ്യമാക്കാനായി BJP സർക്കാർ ഒരു പുതിയ സംവിധാനം എന്ന നിലയിൽ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുകയാണെന്നാണ് ആമുഖമായി അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾക്കും ആ വാർത്തയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജനാധിപത്യത്തെ അഴിമതി വിമുക്തമാക്കുന്ന ആ പ്രക്രിയയിൽ താല്പര്യം തോന്നി എന്നുള്ളത് സത്യവുമാണ്. പക്ഷേ തുടർന്ന് ആ ഇലക്ട്രൽ ബോണ്ട് നിയമമാക്കാനായി അരുൺ ജെയ്റ്റ്ലി ബിൽ അവതരിപ്പിച്ചത് മണി ബിൽ രൂപത്തിലാണ്. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭയിൽ ആ സമയത്ത് BJP സർക്കാരിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ആ ബില്ല് ലോകസഭയിൽ പാസ്സാകും. രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാക്കേണ്ട കാര്യമില്ല. മണി ബില്ലിനുള്ള ഒരു ഗുണം അതാണ്. മണി ബില്ലായി സഭയിൽ അവതരിപ്പിച്ച ആ ബില്ലിൽ അരുൺ ജെയ്റ്റ്ലി വെച്ച നിർദ്ദേശങ്ങൾ ശരിക്കും അമ്പരപ്പിക്കുന്നവയാണ്. ആ അമ്പരപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി ആ നിയമത്തിന് അനുകൂലമായിട്ട് അനവധി മറ്റു നിയമങ്ങൾ അമെൻഡ് ചെയ്യുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 1951 ജനപ്രാതിനിധ്യ നിയമമാണ്. 51 നിയമം അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഏത് സംഭാവനയും കൃത്യമായും രേഖപ്പെടുത്തുകയും ആരാണ് സംഭാവന ചെയ്തതെന്ന് അവരുടെ റെക്കോർഡുകളിൽ എഴുതി സൂക്ഷിക്കുകയും വേണം. ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ ആ റെക്കോർഡുകൾ പരിശോധനയ്ക്കായി ചോദിച്ചാൽ സംഭാവന നൽകിയ ആളിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ നൽകുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ്. അനധികൃതമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ആ കാര്യം ഉൾക്കൊള്ളിച്ചിരുന്നത്. അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായി നടക്കാൻ വേണ്ടി അമെൻമെന്റ് ചെയ്തത് 51 ആ ജനപ്രാതിനിധ്യ നിയമമാണ്. അമെൻമെന്റ് വളരെ സിമ്പിളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുന്ന പണം ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എവിടെ നിന്ന് പണം ലഭിച്ചു എന്നോ ആരിൽ നിന്ന് പണം ലഭിച്ചു എന്നോ പറയേണ്ട കാര്യമേ ഇല്ല. ആകെ എത്ര പണം ലഭിച്ചു എന്ന് മാത്രം സ്റ്റേറ്റ്മെന്റിൽ ഉൾക്കൊള്ളിച്ചാൽ മതി. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർക്ക് ലഭിക്കുന്ന സംഭാവനകൾ വരുമാനമായി കണക്കുകൂട്ടി ചെലവും കണക്കുകൂട്ടി കൃത്യമായി സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സ്റ്റേറ്റ്മെന്റിൽ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള സംഭാവന ഇത്ര എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ആര് കൊടുത്തു എന്നുള്ള രേഖയും വേണ്ട, ലഭിച്ച സംഭാവനയുടെ വിശദാംശങ്ങളും വേണ്ട. എന്ന് പറഞ്ഞാൽ 10 സ്ഥാപനങ്ങൾ വഴി 100 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആകെ 100 കോടി എന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഓരോ സ്ഥാപനത്തിൽ നിന്നും എത്ര വീതം ലഭിച്ചു എന്ന് രാഷ്ട്രീയ പാർട്ടി വ്യക്തമാക്കേണ്ടതില്ല. വളരെ വളരെ രസകരമായ രീതിയിൽ ജനപ്രാതിനിധ്യ നിയമത്തെ അമെൻമെന്റ് ചെയ്യുകയാണ്. ഇതിനൊപ്പം അമെൻമെന്റ് നടത്തിയത് കമ്പനീസ് ആക്ടിലാണ്. കമ്പനീസ് ആക്ട് ഓരോ കാലഘട്ടത്തിലും അമെൻമെന്റിന് വിധേയമാകാറുണ്ട്. 2013 UP സർക്കാർ കമ്പനി ആക്ടിൽ ഒരു അമെൻമെന്റ് നടത്തിയിരുന്നു. ആ അമെൻമെന്റ് പ്രകാരം ഏതെങ്കിലും കമ്പനിക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാവുന്ന സംഭാവന വ്യക്തമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്പനിയുടെ 3 വർഷത്തെ ആവറേജ് ലാഭത്തിന്റെ 7.5% അതിന് താഴെയോ മാത്രമേ സംഭാവനയായി നൽകാൻ പാടുള്ളൂ. ആ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി അമെൻമെന്റിന് വിധേയമാക്കിയത്. സംഭാവന കൊടുക്കുന്ന കോർപ്പറേറ്റ് കമ്പനി ആ 7.5% എന്നുള്ളത് പരിഗണിക്കുകയും വേണ്ട. കമ്പനി ലാഭത്തിലാണോ എന്നതുപോലും നോക്കേണ്ട കാര്യമില്ല. കമ്പനിക്ക് എത്ര പണം വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം. അതിനൊപ്പം ഒരു കാര്യം കൂടി ആ അമെൻമെന്റിലുണ്ട്. സംഭാവന കൊടുക്കുന്ന തുക ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൊടുത്തതെന്ന് കമ്പനി വ്യക്തമാക്കേണ്ടതുമില്ല. സ്റ്റേറ്റ്മെന്റിൽ സംഭാവനയായി 400 കോടി രൂപ കൊടുത്തു എന്ന് രേഖയുണ്ടെങ്കിൽ ആ 400 കോടി രൂപ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൊടുത്തെന്നുള്ള കണക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനിയോ സെബിയോ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെയോ അറിയിക്കാൻ ഈ കമ്പനി ബാധ്യസ്ഥമല്ല. ശരിക്കും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ലോട്ടറിയാണ് ആ അമെൻമെന്റ് വഴി ലഭിക്കുന്നത്. അവർ സംഭാവന കൊടുക്കുന്നത് ഏത് പാർട്ടിക്കാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായും
ആ പാർട്ടിയുമായി കണക്ട് ചെയ്ത് അവരെന്തെങ്കിലും സേവനങ്ങൾ നേടുകയാണെങ്കിൽ അവർക്ക് നേരെ ആരോപണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നരേന്ദ്രമോദി സർക്കാർ പൂർണ്ണമായി തുടച്ചു മാച്ചത്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇഷ്ടം പോലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണോ സംഭാവന കൊടുക്കാം. അവർ കൊടുത്ത സംഭാവന എത്രയാണെന്ന് ആരും അറിയത്തുമില്ല. ആർക്കാണ് അവർ സംഭാവന കൊടുത്തതെന്നും ആരും ചോദിക്കത്തുമില്ല. വളരെ മനോഹരമായ ഒരു അമെൻമെന്റ് ആ ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി അങ്ങനെ നടത്തപ്പെട്ടു. അതിനുവേണ്ടി 1961 ഇൻകം ടാക്സ് ആക്ടും കൂടി നരേന്ദ്രമോദി സർക്കാർ അമെന്റ് ചെയ്യുകയായിരുന്നു. ജനപ്രാതിനിധ്യ നിയമം അമെന്റ് ചെയ്തു, കമ്പനീസ് ആക്ട് അമെന്റ് ചെയ്തു, ഇൻകം ടാക്സ് ആക്ടും അമെന്റ് ചെയ്തു. അതിനു പുറമെയാണ് RBI ആക്ട് അമെന്റ് ചെയ്യുന്നത്. RBI ആക്ട് പ്രകാരം ഇതുപോലുള്ള ബോണ്ടുകളോ പ്രോമിസറി നോട്ടുകളോ ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ബാങ്കുകളെ അധികാരപ്പെടുത്തേണ്ടത് RBI തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കുന്ന ശൈലിയിലുള്ള ഒരു അമെൻമെന്റാണ് RBI ആക്ടുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ 4 ആക്ടിന്റെ അമെൻമെന്റ് ഒരു കാര്യം ഉറപ്പാക്കുകയാണ്: പണം കൊടുക്കുന്ന കോർപ്പറേറ്റുകളും പണം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആ പണത്തിന്റെ സോഴ്സ് രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. എവിടെ നിന്ന് പണം വന്നു എന്ന് രാഷ്ട്രീയ പാർട്ടിയോ ആർക്ക് കൊടുത്തു എന്ന് കമ്പനിയോ രേഖപ്പെടുത്താതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം പഠിക്കുന്ന ആൾക്കാർക്ക് സംശയമുണ്ടാകും. ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിൽ ഒന്നാണ് ഡെമോക്രാറ്റിക് റിഫോംസ് ആൻഡ് കോമൺ കോസ്. അവർ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം നന്നായിട്ടൊന്ന് പഠിച്ചു. അപ്പോഴാണ് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പണം ഒഴുകുന്നത് ഒരു കർട്ടൻ വെച്ച് മറച്ചിരിക്കുകയാണ്. ആ മറയ്ക്ക് അപ്പുറത്ത് നടക്കുന്ന കാര്യം അറിയുവാൻ ഇന്ത്യയിലെ ഒരു വോട്ടർക്കും അവകാശമില്ല. ഇന്ത്യയിലെ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. ഇന്ത്യയിലെ പത്രങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ ആർക്കും ഒരു അവകാശവുമില്ല. ശരിക്കും ഒരു കർട്ടന് അപ്പുറത്ത് നടക്കുന്ന കാര്യമാണത്. കർട്ടന് അപ്പുറത്ത് എന്ത് നടന്നു എന്ന് ആർക്കും അറിയാതെ വരുമ്പോൾ കർട്ടന് ഇപ്പുറത്ത് പല കാര്യങ്ങളും സുതാര്യമായിട്ടാണ് നടക്കുക. ആ സുതാര്യതയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു റോഡ് നിർമ്മാണത്തിനുള്ള കൊട്ടേഷൻ വിളിക്കുക. റോഡ് നിർമ്മാണത്തിൽ അനുഭവ പരിചയമുള്ള പണമുള്ള സംഘടനാ സംവിധാനമുള്ള സ്ഥാപനങ്ങൾ സ്വാഭാവികമായി കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യും. ആ കൊട്ടേഷൻ പരിശോധിച്ച് സർക്കാരിന് താല്പര്യമുള്ള ഒരു കൊട്ടേഷൻ അനുവദിക്കുകയാണ് പതിവ്. ചിലപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ ആയിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ആ റോഡ് നിർമ്മാണത്തിന്റെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ടീമിനായിരിക്കും കൊടുക്കുക. എന്തായാലും കർട്ടന് ഇപ്പുറത്ത് വളരെ സുതാര്യമായി ആ കാര്യം നടക്കുമ്പോൾ ആ കൊട്ടേഷൻ കിട്ടിയ ആ സ്ഥാപനം കർട്ടന് അപ്പുറത്ത് വെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തവരാണെങ്കിൽ അവിടെ ഒരു സംശയം ഉണ്ടാകും. ആ കർട്ടന് അപ്പുറത്ത് നടക്കുന്ന കാര്യം കൃത്യമായും ശരിയല്ല എങ്കിൽ പല കുഴപ്പങ്ങളും കർട്ടന് ഇപ്പുറത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ ആ സന്നദ്ധ സംഘടന 2017 സെപ്റ്റംബറിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ സന്നദ്ധ സംഘടനയ്ക്കൊപ്പം കോൺഗ്രസും CPM-ഉം സുപ്രീം കോടതിയിലെ ആ കേസിന്റെ ഭാഗമാകുന്നത് അങ്ങനെയാണ്. ഭരിക്കുന്ന കക്ഷിക്കായിരിക്കും എപ്പോഴും ഇലക്ട്രൽ ബോണ്ടുകൾ കൂടുതൽ കിട്ടാൻ സാധ്യത. ആ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്ന കമ്പനികൾ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കായിരിക്കും ആ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുക്കുക. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള സംശയം ഇങ്ങനെ കോൺഗ്രസിനും CPM-നും സന്നദ്ധ സംഘടനയ്ക്കും ഉണ്ടായപ്പോൾ അവർ കേസുമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയ അതേ സമയത്ത് തന്നെ 2018 കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം. 1000 രൂപയുടെയും 10,000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും 10 ലക്ഷം രൂപയുടെയും 1 കോടി രൂപയുടെയും ഇലക്ട്രൽ ബോണ്ടുകളാണ് അവർ വിൽപ്പനയ്ക്ക് വെക്കുക. വർഷത്തിൽ 4 തവണ ആ ബോണ്ട് വിൽപ്പനയ്ക്ക് ഉണ്ടാവും. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിൽ ഏകദേശം ഒരു 10 ദിവസം വീതമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ ആളുകൾക്ക് അവസരമുണ്ടാകുക. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ വ്യക്തിയായാലും വ്യക്തികളുടെ കൂട്ടായ്മയാണെങ്കിലും കമ്പനി ആണെങ്കിലും പണം നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ്. അങ്ങനെ പണം മുടക്കി വാങ്ങുന്ന ഇലക്ട്രൽ ബോണ്ട് അവർ ആർക്ക് കൊടുത്തു എന്ന് ബാങ്ക് ചോദിക്കത്തില്ല. ആ ഇലക്ട്രൽ ബോണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് 15 ദിവസത്തിനകം ആ ബോണ്ടുകൾ ക്യാഷ് ആക്കി മാറ്റിയിരിക്കണം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ബോണ്ട് കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ബാങ്കിൽ കൊടുത്ത് അവരുടെ അക്കൗണ്ട് വഴി തന്നെ അത് ക്യാഷ് ആക്കും. ആ അക്കൗണ്ട് KYC നോംസ് എല്ലാം പാലിച്ചത് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ട് വഴി മാത്രമേ ആ ബോണ്ട് പണമാക്കാൻ പറ്റൂ. വളരെ സുതാര്യമായ ഒരു സംവിധാനം. രാഷ്ട്രീയ പ്രസ്ഥാനം ഏതായിരിക്കണമെന്നും ഇലക്ട്രൽ ബോണ്ട് നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകസഭാ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ പങ്കെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ അർഹതയുണ്ട്. പക്ഷെ കണ്ടീഷനുണ്ട്. ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ 1% ആ രാഷ്ട്രീയ കക്ഷി നേടിയിരിക്കണം.
കേരളത്തിൽ 1 കോടി വോട്ടാണ് പോൾ ചെയ്യുന്നതെങ്കിൽ 1 ലക്ഷം വോട്ടെങ്കിലും നേടിയിരിക്കണം എന്നർത്ഥം. 1 ലക്ഷം വോട്ട് ഈ 140 മണ്ഡലങ്ങളിൽ കൂടി നേടിയാൽ മതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണ രാഷ്ട്രീയ കക്ഷിക്കും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനുള്ള ഒരു അർഹത ഉണ്ടെന്നാണ് ആ നിയമം പറയുന്നത്. ഈ ബോണ്ടുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി കോർപ്പറേറ്റുകൾക്ക് നൽകിയിരുന്ന ഒരു വാഗ്ദാനമുണ്ട്. അവർ വാങ്ങുന്ന ആ ബോണ്ട് അവർ ആർക്ക് നൽകി എന്നുള്ള കാര്യം സർക്കാരിന് അറിയാൻ കഴിയില്ല, ബാങ്കിന് അറിയാൻ കഴിയില്ല, ഒരാൾക്കും അറിയാൻ കഴിയില്ല. പൂർണ്ണമായും അത് ഒരു രഹസ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ആരും കൂട്ടിമുട്ടിക്കത്തില്ല. അരുൺ ജെയ്റ്റ്ലിയുടെ വാക്ക് അതായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി അരുൺ ജെയ്റ്റ്ലി പല അവസരത്തിലായി പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ച് 2018-19 വർഷത്തിൽ പല കോർപ്പറേറ്റുകളും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് കൊടുക്കുകയും ചെയ്തു. 2017 സെപ്റ്റംബർ 4 സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്ത ആ സന്നദ്ധ സംഘടനയുടെ സജീവ പ്രവർത്തകയാണ് പൂനം അഗർവാൾ. ഈ സമയത്താണ് പൂനം അഗർവാൾ SBIയിൽ നിന്ന് ഒരു ബോണ്ട് വിലയ്ക്ക് വാങ്ങിച്ചു. 1000 രൂപയുടെ ഒരു ബോണ്ടാണ് അവർ വാങ്ങിച്ചത്. ദി ക്വിൻറ്റ് എന്ന പേരുള്ള ഒരു വാർത്താ മാസികയിൽ വർക്ക് ചെയ്യുന്ന പൂനം അഗർവാൾ ദില്ലിയിലെ SBIയുടെ ശാഖയിൽ ചെന്ന് 1000 രൂപയുടെ ഒരു ബോണ്ട് വാങ്ങിച്ചപ്പോൾ ആ ബാങ്കിലെ ജീവനക്കാർക്ക് അതൊരു അതിശയമായിരുന്നു. സാധാരണ വ്യക്തികളൊന്നും തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാറില്ല. ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതൊക്കെ കോർപ്പറേറ്റ് ആളുകളാണ്. ഇവിടെ ഇതാ ഒരു സാധാരണ വ്യക്തി വന്ന് 1000 രൂപയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. കൗതുകവും പുഞ്ചിരിയും ഒക്കെ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ SBIയിലെ ജീവനക്കാർക്കുണ്ടായിരുന്നു. ജീവനക്കാരോട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ആ ബോണ്ട് കയ്യിൽ വാങ്ങിച്ച അഗർവാൾ ആ ബോണ്ടുമായി അവളുടെ ഓഫീസിലെത്തി എഡിറ്ററെ അത് കാണിച്ചു. എഡിറ്ററുടെ അനുവാദത്തോടു കൂടി തുടർന്ന് ആ ബോണ്ട് ദില്ലിയിലെ ട്രൂത്ത് ലാബ് എന്ന സ്ഥാപനത്തിലേക്ക് അവർ അയച്ചു കൊടുത്തു. ട്രൂത്ത് ലാബ് ഒരു ഫോറൻസിക് ലാബാണ്. അവിടെ നടന്ന പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി. അൾട്രാ വയലറ്റ് രശ്മികൾ ആ ബോണ്ടിലൂടെ ഒന്ന് അടിച്ചാൽ ആ ബോണ്ടിന്റെ അടിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ വ്യക്തമായി കാണാം. ഒരു ആൽഫ ന്യൂമറിക് കോഡാണ് ആ ബോണ്ടിന് അടിയിലുള്ളത്. ആ ബോണ്ടിന് അടിയിൽ കണ്ട നമ്പർ കൃത്യമായി രേഖപ്പെടുത്തിയ ട്രൂത്ത് ലാബുകാർ ആ വിവരം പൂനം അഗർവാളിന് രേഖാമൂലം റിപ്പോർട്ട് ചെയ്തു. ദ ക്വിൻറ്റ് എന്ന ആ വാർത്താ പോർട്ടലിലെ റിപ്പോർട്ടർ പൂനം അഗർവാളിനെയും എഡിറ്ററെയും അവിടുത്തെ ജീവനക്കാരെയൊക്കെ ശരിക്കും അമ്പരപ്പിച്ച ഒരു ഇൻഫർമേഷനാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ അവർ ഇത്തരത്തിലൊന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള വ്യക്തവുമാണ്. നരേന്ദ്രമോദി സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയും ബാക്കി മന്ത്രിമാരും നരേന്ദ്രമോദി തന്നെയും എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് ഒരിക്കലും ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനത്തെ അവർ ട്രാക്ക് ചെയ്യില്ല എന്നാണ്. ട്രാക്ക് ചെയ്യില്ലെങ്കിൽ പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ അടിയിൽ എന്തിനാ ഇങ്ങനൊരു നമ്പർ ഇട്ടിരിക്കുന്നത്? ആ നമ്പർ പ്രതിപക്ഷ കക്ഷികൾക്ക് ഏതെങ്കിലും കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണെന്നുള്ള ഒരു ശൈലിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ദി ക്വിൻറ്റ് നടത്തിയോടുകൂടി കഥ ആകെ മാറുകയാണ്. 2018 ഏപ്രിൽ 13 ദി ക്വിൻറ്റിൽ പൂനം അഗർവാളിന്റെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് വന്ന് കൃത്യം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 17 സർക്കാർ അതിന് ഒരു വിശദീകരണം നൽകി. വ്യാജമായിട്ട് ആരെങ്കിലും ഒരു ഇലക്ട്രൽ ബോണ്ട് നിർമ്മിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ നമ്പർ ഇട്ടതെന്നുള്ള ഒരു വിശദീകരണമാണ് സർക്കാർ ആ സമയത്ത് നൽകിയത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധിപ്പിച്ച നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് യഥാർത്ഥത്തിൽ അരുൺ ജെയ്റ്റ്ലിക്കും ടീമിനും ഒരു സംശയം ഉണ്ടാകുന്നതും അവർ റിസർവ് ബാങ്കിനെ കോൺടാക്ട് ചെയ്യുന്നത്. അതുവരെ റിസർവ് ബാങ്കിനോട് പോലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെയാണ് രഹസ്യമായി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധിപ്പിച്ച് നിയമം എഴുതി ഉണ്ടാക്കിയത്. റിസർവ് ബാങ്കിനോട് ഇങ്ങനൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞതും റിസർവ് ബാങ്ക് വളരെ വിശദമായിട്ട് തന്നെ അവരുടെ എതിർക്കുറിപ്പ് സർക്കാരിന് അന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്തു. നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്നും ഇത് ഒരുപാട് നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുന്നതാണെന്നും റിസർവ് ബാങ്ക് അന്നേ വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണ് അരുൺ ജെയ്റ്റ്ലിയും ടീമും SBIയെ കോൺടാക്ട് ചെയ്യുന്നത്. SBIയോട് ഇലക്ട്രൽ ബോണ്ടുകൾ ആരും അറിയാത്ത ശൈലിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ SBI ഒരു തടസ്സം സർക്കാരിനോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൈവശം കിട്ടുന്ന ഇലക്ട്രൽ ബോണ്ടുകളുമായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ ബാങ്ക് അത് വാങ്ങിച്ചിട്ട് പണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൊണ്ടുവരുന്ന ഇലക്ട്രൽ ബോണ്ട് വ്യാജമാണോ അല്ലയോ എന്ന് ബാങ്കിന് എങ്ങനെ അറിയാൻ പറ്റും? ആ ചോദ്യമാണ് SBI സർക്കാരിനോട് ചോദിച്ചത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്തും അതിനുശേഷമുള്ള മാസങ്ങളിൽ ഒന്നും തന്നെ നരേന്ദ്രമോദി സർക്കാർ ചർച്ച ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കാതിരുന്ന ഒരു വിഷയമാണ് SBI ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു രേഖയും ബോണ്ടുമായി ബന്ധിപ്പിച്ച് ഉണ്ടാകരുതെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം.
കൊടുത്തവന്റെ കയ്യിലും രേഖ പാടില്ല, വാങ്ങുന്നതിന്റെ കയ്യിലും രേഖ പാടില്ല. രണ്ടുപേരുടെ കയ്യിലും രേഖ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് SBIക്ക് വിഷയവുമല്ല. SBIക്ക് പക്ഷേ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. കോർപ്പറേറ്റുകളുടെ പണമാണ് അവർ ഇലക്ട്രൽ ബോണ്ടുകളാക്കി മാറ്റി കൊടുക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് മാറാനായി ഒരു പാർട്ടി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും SBIക്ക് പണം കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ ഇലക്ട്രൽ ബോണ്ടാണ് രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നെന്ന് അറിയണമെങ്കിൽ അതിനൊരു നമ്പർ വേണ്ടേ, തിരിച്ചറിയാൻ ഒരു രേഖ വേണ്ടേ. ആ രേഖയില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്ന സകല ബോണ്ടുകളും പണമാക്കി കൊടുക്കാൻ SBI തീരുമാനിച്ചാൽ SBIയുടെ കേസ് തീരുമെന്ന് SBIക്ക് അറിയാം. അതുകൊണ്ടാണ് SBI അവരുടെ തടസ്സവാദം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചത്. സത്യത്തിൽ അപ്പോൾ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ഒരു കുടുക്കിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ആ ആലോചനയുടെ ഒടുവിലാണ് ഒരു തിരിച്ചറിയൽ നമ്പർ ബോണ്ടിൽ രേഖപ്പെടുത്താൻ SBIക്ക് സർക്കാർ അനുവാദം കൊടുത്തത്. അക്ഷരങ്ങളും അക്കങ്ങളുമുള്ള ഒരു കോഡ്. ആ കോഡ് സാധാരണഗതിയിൽ ഒരാൾക്ക് കാണാനും പറ്റില്ല. ആ കോഡിലേക്ക് അൾട്രാവയലറ്റ് രശ്മി വീണാൽ മാത്രമേ ആ അക്കങ്ങളും അക്ഷരങ്ങളും തെളിയൂ. അത്രയും സുരക്ഷിതത്വം SBI ഉണ്ടാക്കിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരാൾക്കും അങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് അറിയത്തുമില്ല, എന്നാൽ ഒരു കോഡ് ഉണ്ടെന്ന് താനും. വളരെ സുരക്ഷിതമായി SBIയും സർക്കാരും കൂടി ഉണ്ടാക്കിയെടുത്ത ആ സംഭവമാണ് അഗർവാൾ എന്ന ആ പത്രപ്രവർത്തക ഒറ്റ വാർത്തയിലൂടെ പബ്ലിക്കാക്കിയത്. അതുകൊണ്ടാണ് വാർത്ത വന്ന് കൃത്യം 4 ദിവസം കഴിഞ്ഞപ്പോൾ വിശദീകരണമായി സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത്. ആ വിശദീകരണം വളരെ രസകരമായ ഒന്നാണ്. സർക്കാർ ആ വിശദീകരണത്തിൽ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. ബോണ്ടിൽ ഉള്ള ആ ആൽഫ ന്യൂമറിക്കൽ നമ്പർ വെറും ഒരു സെക്യൂരിറ്റി കോഡാണ്. ആ സെക്യൂരിറ്റി കോഡിന് ആ ബോണ്ട് വാങ്ങിച്ച സ്ഥാപനവുമായിട്ടോ ബോണ്ട് ക്യാഷ് ആക്കാൻ വന്ന പാർട്ടിയുമായിട്ടോ ഒരു തരത്തിലും ബന്ധമില്ലെന്നാണ് സർക്കാരിന്റെ വാദം. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രിന്റഡ് നോട്ടുകളിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ ആ നോട്ടിന്റെ ഐഡന്റിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ അത് നമുക്ക് ശമ്പളം നൽകിയ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് വന്ന മാർഗത്തെയോ സൂചിപ്പിക്കില്ലല്ലോ. അതുപോലെ ആ ബോർഡിനെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് മാത്രമാണ് ആ ആൽഫ ന്യൂമറിക്കൽ നമ്പർ എന്നുള്ള വളരെ വിശദമായ ഒരു വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2017 സെപ്റ്റംബർ 4-നാണ് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഈ ഇലക്ട്രൽ ബോണ്ടിന് എതിരെ വരുന്നത്. 2017 സെപ്റ്റംബർ 4-ന് കൊടുത്തിരിക്കുന്ന കേസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒക്ടോബർ 3-ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിനിടയിൽ തന്നെ ലോകസഭ മണി ബിൽ പ്രകാരം പാസാക്കിയെടുത്ത ആ ഇലക്ട്രൽ ബോണ്ട് നിയമമാക്കുന്നത് 2018 ജനുവരി 2-നാണ്. ആ നിയമം നിലവിൽ വന്നതും SBI 1000-ന്റെയും 10,000-ന്റെയും ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും ബോണ്ടുകൾ അവതരിപ്പിച്ചു. ആ ബോണ്ടുകൾ അവതരിപ്പിച്ചതും വളരെ വേഗത്തിൽ ആ ബോണ്ടുകൾ വിറ്റുപോയി. അതിനുശേഷം വീണ്ടും ബോണ്ടുകൾ വിൽപ്പനയ്ക്ക് വരുന്നത് 2018 ഏപ്രിലാണ്. ഈ സമയത്താണ് പൂനം അഗർവാൾ ഒരു ബോണ്ട് വാങ്ങുന്നതും ട്രൂത്ത് ലാബിൽ കൊടുക്കുന്നതും അവർ പരിശോധിക്കുന്നതും അതിന്റെ റിപ്പോർട്ട് പൂനത്തിന് കൊടുക്കുന്നതും പൂന ആ റിപ്പോർട്ട് വാർത്തയാക്കുന്നതും. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തെങ്കിലും കേസ് സാവധാനമേ മുന്നോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 നവംബർ 7-ന് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് നിയമം ഒന്നുകൂടി പരിഷ്കരിക്കുന്നത്. ഓരോ വർഷവും 4 തവണയായി 70 ദിവസമാണ് ഇലക്ട്രൽ ബോണ്ട് SBI വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. അത് 85 ദിവസമാക്കി മാറ്റുന്നത് 2022 നവംബർ 7-ലെ അമെൻമെന്റ് പ്രകാരമാണ്. അസംബ്ലി ഇലക്ഷനോ ലോക്സഭാ ഇലക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനായി ആളുകൾക്ക് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരു അമെൻമെന്റ് നടത്തിയതാണ്. 2023 ഒക്ടോബർ 16 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ കേസ് ഒരു 5-അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ മുമ്പിലേക്ക് റഫർ ചെയ്യുന്നത് അന്നാണ്. 2023 ഒക്ടോബർ 31-ന് ആ 5-അംഗ ബെഞ്ചിന് മുന്നിൽ വാദം ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് മിടുക്കരായ ഒരു കൂട്ടം വക്കീലുമാരുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിനെയും CPM-നെയും ആ സന്നദ്ധ സംഘടനയും പ്രതിനിധീകരിച്ച് അവരുടേതായ വക്കീലുമാരുമുണ്ട്. കൂട്ടത്തിൽ കപിൽ സിബലും ഉണ്ട്. ശരിക്കും ശക്തമായ വാദമുഖങ്ങളാണ് രണ്ട് ഭാഗവും അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് നിയമവിധേയമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ നടപടിയായിട്ടാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലുമാർ ഈ ഇലക്ട്രൽ ബോണ്ടിനെ അവതരിപ്പിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കള്ളപ്പണം ഇല്ല എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളുടെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൃത്യമായി എത്തുന്ന സുതാര്യമായ ഒരു നടപടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. അതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പരിപാടിക്ക് വേണ്ടി ഇഷ്ടംപോലെ പണം ക്യാഷായി സ്വരൂപിക്കാറുണ്ട്. അത് പക്ക അഴിമതിയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് പരിപാടി സ്വാഭാവികമായിട്ടും ആ അഴിമതിയാണ് ഇല്ലാതാക്കുന്നത്. ആ ഒരു ശൈലിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ അഡ്വക്കേറ്റ്മാർ വാദങ്ങൾ അവതരിപ്പിച്ചെങ്കിലും കപിൽ സിബലും ബാക്കി വക്കീലന്മാരും വേറെ ചില കാര്യങ്ങളാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇവിടെ പ്രധാനമായും ഇന്ത്യയിലെ ജനത്തിന്റെ അറിയാനുള്ള അവകാശത്തെ പൂർണ്ണമായും ഇലക്ട്രൽ ബോണ്ട്
മറികടക്കുകയാണ്. അറിയാനുള്ള അവകാശം പൗരന്റെ മൗലിക അവകാശമാക്കി മാറ്റിയത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. വിവര അവകാശ നിയമത്തെ പരിപൂർണമായി അട്ടിമറിച്ചിരിക്കുകയാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. അത് ജനാധിപത്യത്തിന്റെ മരണമൊഴിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വക്കീലന്മാരും സന്നദ്ധ സംഘടനയുടെ വക്കീലന്മാരും കോടതിയിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതു പ്രസ്ഥാനമാണ്. അവിടെ വരുന്ന പണം എവിടെ നിന്ന് വരുന്നുവെന്നും ആര് നൽകിയെന്നും അറിയാനുള്ള അവകാശം ആ പാർട്ടിയിലെ എല്ലാ ആളുകൾക്കുമുണ്ട്. ആ പാർട്ടിയിലെ മാത്രമല്ല, പൊതുജനങ്ങൾക്കും ആ അവകാശമുണ്ട്. ഏത് രാഷ്ട്രീയ കക്ഷിക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു അറിയാൻ ഇന്ത്യയിലെ ഏതൊരാൾക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ഇവിടെ ആ ഇലക്ട്രൽ ബോണ്ട് പൂർണ്ണമായും മറികടക്കുകയാണ്. ജനത്തിന്റെ മൗലിക അവകാശങ്ങളെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് വളരെ വ്യക്തമായി ഇലക്ട്രൽ ബോണ്ടിന് എതിരായി വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രഗത്ഭ വക്കീലന്മാർ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. രണ്ട് ഭാഗത്തിന്റെയും വാദങ്ങൾ സശ്രദ്ധം കേട്ട സുപ്രീം കോടതി നവംബർ 2 വാദം അവസാനിപ്പിച്ചു. സുപ്രീം കോടതിയിലെ വാദം കഴിഞ്ഞപ്പോൾ സകലരും ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 ഫെബ്രുവരി 15 ചരിത്രം ചമച്ച ആ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന അറിയാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, ഇത് മൂന്നിനെയും ഈ ഇലക്ട്രൽ ബോണ്ട് മറികടക്കുന്നത് കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് നിയമവിധേയമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. നിയമപരമായി നിലനിൽക്കാത്ത ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്നതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഇലക്ട്രൽ ബോണ്ട് നിയമം വന്ന അന്ന് മുതൽ ഏതൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് ആ വിവരങ്ങൾ SP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം, സുപ്രീം കോടതിയെ അറിയിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. അതുപോലെ തന്നെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ബോണ്ട് കൈപ്പറ്റിയെന്നും SP ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ച് അത് പ്രസിദ്ധീകരിക്കണം. സുപ്രീം കോടതി അതിന് ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തു. ആ ഡേറ്റിനകത്ത് SP കാര്യങ്ങൾ ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ SP ഒരു തടസ്സവാദവുമായി സുപ്രീം കോടതി എത്തി. 22,000-ലധികം ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ 5 കൊല്ലം കൊണ്ട് വിറ്റുപോയിരിക്കുന്നത്. ഇത്രയും ബോണ്ടുകൾ ഏതൊക്കെ കോർപ്പറേറ്റുകളാണ് വാങ്ങിച്ചത്, ഏതൊക്കെ ബോണ്ടുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ക്യാഷാക്കി മാറ്റി തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് ഒരുപാട് സമയം വേണം. ജൂൺ പകുതി വരെയെങ്കിലും സമയം കൊടുക്കണമെന്നാണ് SP സുപ്രീം കോടതിയോട് പറഞ്ഞത്. SP-യുടെ വാദങ്ങൾ കേട്ട സുപ്രീം കോടതി അവർക്ക് സമയം കൊടുത്തു. SP ചോദിച്ച സമയമല്ല സുപ്രീം കോടതി കൊടുത്തു എന്ന് മാത്രം. SP-യോട് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സമയം നാളെ വൈകുന്നേരം വരെയാണ്. നാളെ വൈകുന്നേരത്തിനകം ഈ എല്ലാ ഇൻഫർമേഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഏത് കോർപ്പറേറ്റ് ആണ് ബോണ്ട് വാങ്ങിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ക്യാഷാക്കി മാറ്റുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല തുടങ്ങിയ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ SP-ക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതേ കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വക്കീലന്മാർ ഉന്നയിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിനോ SBIക്കോ ആരാണ് ബോണ്ട് വാങ്ങിച്ചതെന്നോ ആരാണ് ക്യാഷാക്കി മാറ്റിയെന്നോ അറിയില്ലെന്നായിരുന്നു അവരുടെ എല്ലാ വാദമുഖങ്ങളും. പക്ഷേ SP സുപ്രീം കോടതി പറഞ്ഞ ആ ഡേറ്റിനകത്ത് അവരുടെ കയ്യിൽ ലഭ്യമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരങ്ങൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഇൻഫർമേഷൻ ആളുകളൊക്കെ കാണുന്നത്. ഏത് കോർപ്പറേറ്റ് കമ്പനി എത്ര രൂപയുടെ ബോണ്ട് വാങ്ങിച്ചുവെന്നും എന്ന് വാങ്ങിച്ചുവെന്നും ആ ബോണ്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടി ക്യാഷാക്കി മാറ്റിയെന്നുള്ള എല്ലാ ഇൻഫർമേഷനും SBIയുടെ കയ്യിലുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് 2017 അവതരിപ്പിക്കുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി കോർപ്പറേറ്റുകൾ കൊടുത്ത വാക്ക് ഒരു കാരണവശാലും അവർ വാങ്ങുന്ന ബോണ്ട് അവരുടേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനവും ഒരിടത്തും ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മൾ അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. SBI ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ച രേഖകളിൽ കമ്പനികൾ വാങ്ങിച്ചിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ തുക കൃത്യമായി സൂചിപ്പിക്കുകയാണ്. അവർ എന്നാണ് ബോണ്ട് വാങ്ങിച്ചതെന്നും ഏത് നമ്പറിലാണ് ബോണ്ട് വാങ്ങിച്ചതെന്നും ഒക്കെയുള്ള വിവരങ്ങളുണ്ട്. നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നതായി കാണാം. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, ലോട്ടറിയുമായി ബന്ധിപ്പിച്ച് കേരളവുമായി ബന്ധപ്പെട്ട കേസുകളുള്ള ആളാണ് സാന്റിയാഗോ മാർട്ടിൻ. കേരളവുമായി പ്രശ്നമുള്ളതുപോലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ടൊക്കെ സാന്റിയാഗോ മാർട്ടിന് പ്രശ്നമുണ്ട്. അതിന്റെ ഫലമായിട്ട് 2023 ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്ക് നേരെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം സാന്റിയാഗോ മാർട്ടിനെ പൂട്ടിക്കെട്ടുമെന്ന് തോന്നിയ സമയത്താണ്
സാന്റിയാഗോ മാർട്ടിൻ ഈ 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. അന്വേഷണം ഇപ്പോ സജീവമല്ല എന്നാണ് അനുബന്ധമായി വന്നിരിക്കുന്ന വാർത്ത. ഇവിടെ രണ്ടാമത് കാണുന്ന കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. ഈ സ്ഥാപനത്തിന് ഒരു അനുബന്ധ സ്ഥാപനം കൂടിയുണ്ട്. അത് വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ കമ്പനിയാണ്. ഈ രണ്ട് കമ്പനിയും കൂടി ചേർന്ന് 1186 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. മേഘ എഞ്ചിനീയറിംഗ് 2023 ഏപ്രിലിൽ 140 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരുന്നു. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ മേഘ എഞ്ചിനീയറിംഗിന് ഒരു കരാർ ലഭിച്ചു. മഹാരാഷ്ട്രയിലെ താനെ ബൊറിവ്ലി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണമാണ് മേഘ എഞ്ചിനീയറിംഗിന് ലഭിച്ചത്. അടങ്കൽ തുക 14,400 കോടി. മേഘ കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ ഇൻകം ടാക്സ് വകുപ്പും ഒരു അന്വേഷണം നടത്തി അല്പനാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഇലക്ട്രൽ ബോണ്ട് മേഘ എഞ്ചിനീയറിംഗുകാർ വാങ്ങുന്നതും അവർക്ക് പുതിയ കരാറ് ലഭിക്കുന്നതും. ഗോയങ്കെ ഗ്രൂപ്പിന്റെ സ്ഥാപനമാണ് ഈ ഹാൽദിയ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. അവർക്ക് വേറെയും ഒരു സ്ഥാപനമുണ്ട്. ആ രണ്ട് സ്ഥാപനങ്ങളോട് ചേർന്ന് 492 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിച്ചത്. ഗോയങ്കെ ഗ്രൂപ്പ് വാങ്ങിച്ച ഇലക്ട്രൽ ബോണ്ടുകളിൽ കൂടുതലും പണമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ഈ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ബോണ്ടുകൾ പണമാക്കി മാറ്റിയിരിക്കുന്നത് കൂടുതലും DMK ആണ്. DMKയും മറ്റെല്ലാ കക്ഷികളുമുണ്ട്. ബാക്കിയുള്ള മിക്കവാറും കമ്പനികളുടെ ബോണ്ടുകൾ പണമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJP ആണ്. ക്യൂക്ക് സപ്ലൈ ചെയിൻ അംബാനി ഗ്രൂപ്പുമായി ബന്ധമുള്ളതാണ്. അവരും 360 കോടി രൂപയോളമാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി മുടക്കിയിരിക്കുന്നത്. വേദാന്ത ലിമിറ്റഡ് 400 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒത്തിരിയേറെ അന്വേഷണങ്ങൾ വേദാന്ത ഗ്രൂപ്പിന് നേരെ ഉണ്ട്. ചൈനീസ് ഫേമുകളും വേദാന്ത ഗ്രൂപ്പും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് വേദാന്ത ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതും അന്വേഷണം ഏതാണ്ട് അവസാനിച്ചതുപോലെ ആകുന്നതും. ടൊറൻ പവർ എന്നൊരു സ്ഥാപനമുണ്ട്. അവരുടെ സഹസ്ഥാപനമായ ഒരു ഫാർമ കമ്പനി ചേർന്ന് 184 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിച്ചത്. അതിന് ഫലമുണ്ടായെന്ന് വേണം പറയാൻ. 1540 കോടി രൂപയുടെ മഹാരാഷ്ട്രയിലെ ഒരു സൗരോർജ പദ്ധതി ഇപ്പോ ഈ ടൊറന്റിനാണ് കിട്ടിയിരിക്കുന്നത്. BG ഷിർക്കെ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മഹാരാഷ്ട്രയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ചിലരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ കമ്പനിക്ക് നേരെ ഒത്തിരി അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് അവർ കുറച്ച് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു. 118.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് അവർ വാങ്ങിച്ചത്. അന്വേഷണം ഇപ്പോ ഏതാണ്ട് നിലച്ചതുപോലെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈയിലെ ഗ്രീൻവുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 105 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചത്. രാംകി ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനമാണത്. ഈ രാംകി ഗ്രൂപ്പിൽ 2021 ഒരു റെയ്ഡ് നടന്നിരുന്നു. 2021 ജൂലൈയിലെ ആദായ നികുതി വകുപ്പിന്റെ ആ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 300 കോടിയോളം രൂപ രാംകി ഗ്രൂപ്പിന്റെ കൈവശം ഉണ്ടെന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ ബോണ്ടുകൾ രാംകി ഗ്രൂപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ അന്വേഷണവുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഒന്നും തന്നെ പത്രങ്ങളിലൊന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിലെ സിൽക്കാരയിൽ ഒരു തുരങ്ക നിർമ്മാണം നടന്ന സമയത്ത് തുരങ്കം ഇടിഞ്ഞു വീണതും ഒത്തിരിയേറെ ആളുകൾ തുരങ്കത്തിനകത്ത് കുടുങ്ങിപ്പോയതും നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ തുരങ്ക നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി നവയുഗാണ്. ആ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിച്ചത്. അവർക്കെതിരെയുള്ള അന്വേഷണം സ്വാഭാവികമായിട്ടും സ്ലോ ഡൗൺ ആയെന്നാണ് അനുബന്ധ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2021, 22, 23 വർഷങ്ങളിൽ ഫാർമ കമ്പനികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഒത്തിരി റെയ്ഡുകൾ ഉണ്ടായി. ആ റെയ്ഡുകൾക്ക് ഫലമുണ്ടായി എന്ന് തന്നെ പറയാം. ഒത്തിരിയേറെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഫാർമ കമ്പനികൾ തുടർന്ന് വാങ്ങിച്ചു കൂട്ടിയത്. അജന്ത ഫാർമയും റെഡ്ഡിയും നാറ്റ്കോ ഫാർമയും എന്നുവേണ്ട സകല ഫാർമകളും ഇഷ്ടംപോലെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു കൂട്ടുകയായിരുന്നു. ഡയറക്ടറേറ്റ് ഓഫ് GST ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഫാർമ കമ്പനികളുടെ റെയ്ഡിന് നേതൃത്വം വഹിച്ചത്. എല്ലാ പ്രമുഖ ഫാർമ കമ്പനികളും റെയ്ഡ് ചെയ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് നമുക്ക് ഇപ്പോ ആ ലിസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ഫാർമ കമ്പനികളുടെ പേര് കിട്ടും. എല്ലാ പ്രമുഖ ഫാർമ കമ്പനികളും GST ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെയ്ഡിന് വിധേയമായെന്ന് ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. എല്ലാ ഫാർമ കമ്പനികളും വളരെ കാര്യമായിട്ട് തന്നെ ബോണ്ടുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞപ്പോൾ
രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനായി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചു കൂട്ടാൻ ഫാർമ കമ്പനികൾ വല്ലാണ്ട് ധൃതി പിടിച്ചതായി നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നും. ശരിക്കും സംഭാവന കൊടുക്കാനായി ഈ കോർപ്പറേറ്റുകളും ഫാർമ കമ്പനികളും ഏതാണ്ട് വീർപ്പ് കൂട്ടി നിൽക്കുകയാണെന്ന് തോന്നും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ ശ്വാസം മുട്ടിപ്പോകുമെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരു ധൃതി ഈ ഫാർമ കമ്പനികളുടെ ആ ബോണ്ട് വാങ്ങുന്ന തീയതികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫാർമ കമ്പനികൾ മാത്രമല്ല ബോണ്ട് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. കേരളത്തിലെ കിറ്റക്സിനെ തെലങ്കാനയിലേക്ക് അന്നത്തെ തെലങ്കാന രാഷ്ട്രീയ സമിതി ക്ഷണിച്ചുകൊണ്ടുപോയ വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. സാബു ജേക്കബിനെ പ്രത്യേക വിമാനത്തിൽ തെലങ്കാനയെ കൊണ്ടുപോയ കഥയൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. സാബു ജേക്കബ് 2 തവണയായിട്ട് 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചത്. 2022 സെപ്റ്റംബറിൽ അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡിയെ ആദായ നികുതി വകുപ്പ് പോക്കിയിരുന്നു. ആ ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് 45.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചു. ആ ബോണ്ടുകൾ വാങ്ങിച്ചതിന് ശേഷം ശരത്ചന്ദ്ര റെഡ്ഡി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഇപ്പോ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കി അരവിന്ദ് കേജ്രിവാളിനെ കുടുക്കിയതാണെന്നാണ് ആപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആരോപണം. ചെറുതും വലുതുമായ ഒത്തിരിയേറെ കമ്പനികൾ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ ബോണ്ടുകൾ വാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കരാർ ലഭിച്ച കമ്പനികളുടെ ഒരു വിശദാംശം ഇപ്പോ കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ടിട്ടുണ്ട്. 3,78,000 കോടി രൂപയുടെ കരാർ BJPക്ക് വേണ്ടി ബോണ്ട് വാങ്ങിച്ച കമ്പനികൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. BJPക്കാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ പണം ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ ആരോപണം അന്വേഷണ വിധേയമാക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ എല്ലാവർക്കുമുണ്ട്. ഈ 3,78,000 കോടി രൂപയുടെ കരാർ ലഭിക്കാൻ വേണ്ടി BJPക്ക് 6,900 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ഈ കമ്പനികൾ കൊടുത്തു എന്ന് കോൺഗ്രസ് പറയുന്ന ആരോപണം വാസ്തവമാണെങ്കിൽ ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. നിയമവിധേയമായ അഴിമതി. അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിനെ ഇപ്പോ സകലരും വിലയിരുത്തുന്നത്. കാലം അതല്ല എന്ന് മറുപടി നൽകുന്നവരെയും ആ കഥ അങ്ങനെ തന്നെ നിൽക്കും. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ചാകര ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേ ചാകര കോർപ്പറേറ്റ് കമ്പനികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വശം. രണ്ടുപേർക്കും ഗുണകരമായ ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ ഗുണം പലതും മറച്ചുകൊണ്ടാകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇപ്പോഴും പറ്റാത്ത ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഈ കേസ് പുറത്തു വന്നതും ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് MLiveൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഉറപ്പായും ഇതുമായി ബന്ധിപ്പിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. താങ്ക് യു.